പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് താറുമാറായി വ്യോമഗതാഗതം. കേരളത്തിലെ 4 എയർപോർട്ടുകളിൽ നിന്നുമായി 60ഓളം സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട ഒമാൻ എയർ വിമാനം തിരിച്ചിറക്കിയതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിലായി. യുദ്ധം തുടങ്ങിയ ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്കും തിരിച്ചും ഇതുവരെ റദ്ദാക്കിയത് 37 വിമാനങ്ങളാണ്. ഇന്ന് മാത്രം 26 വിമാനങ്ങൾ റദ്ദാക്കി. ഇന്നലെ 11 വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. കണ്ണൂരിൽ നിന്നും തിരിച്ചുമുള്ള 9 വിമാന സർവീസുകൾ റദ്ദാക്കി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്ന് മാത്രം 27 സർവീസുകളാണ് റദ്ദാക്കിയത്. ഇതിൽ 19 എണ്ണം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടാനുള്ളതും 8 എണ്ണം നെടുമ്പാശ്ശേരിയിലേക്ക് എത്താനുള്ളതുമായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെട്ട ഒമാൻ എയർ വിമാനം വൈകിട്ട് 6 മണിയോടെ തിരിച്ചിറക്കിയിരുന്നു. പകരം പുറപ്പെടാനുള്ള വിമാനം അനിശ്ചിതത്വത്തിലായതോടെ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടി. ഒമാൻ കഴിഞ്ഞ് കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളവർ വരാനൊക്കില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒമാൻ വരെ പോയാൽ മതി. അന്നേരം രാവിലെ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ പേര് ലിസ്റ്റിലില്ല. അവർ ലിസ്റ്റ് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ഇപ്പോൾ പറയുന്നവർ? അവർ കൺഫേം ആക്കി തരാമെന്നാണ് പറയുന്നത്. അല്ല, 9:15 പിന്നെ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ച ഫ്ലൈറ്റ് ഉള്ളത്. അതിപ്പോൾ ഡിലേ ആണ് കാണിക്കുന്നത്. ഇപ്പോഴും അവർ പറയുന്നത് കൺഫേം, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മസ്കറ്റിൽ നിന്നാണ് കൺഫർമേഷൻ വരേണ്ടത്. അതാണ് അവർ പറയുന്നത്. ജിദ്ദയിലേക്കുള്ള വിമാനത്തിൽ യാത്രക്കാരെ കയറ്റിയിട്ടും തിരിച്ചിറക്കുമോ എന്ന ആശങ്കയിൽ ബന്ധുക്കൾ ഏറെ കഴിഞ്ഞാണ് വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയത്. എയർപോർട്ട് സ്റ്റാഫിന് നമ്മുടെ ഫ്ലൈറ്റ് ഇത്രയും ഡിലേ ആവുമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് കൺഫേം ചെയ്താൽ മതി, കം അറ്റ് ദിസ് ടൈം. അതിനനുസരിച്ച് ഞങ്ങൾ വന്നേനെ. ഇതിപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടുന്ന് വീട്ടിൽ എത്തിയപ്പോൾ അടുത്ത് നമ്മൾ താമസിക്കെടുത്ത് 10:30, 11 o'clock ആയി. മോർണിംഗ് 5 o'clock ആയപ്പോൾ തിരിച്ചിവിടെ വന്നു. 1 hour എടുക്കും ഇവിടെ എത്താൻ. അപ്പോൾ തൊട്ട് ഇവിടെ വരെ വെയിറ്റിംഗ് ആണ്. റിയാദിൽ നിന്ന് 2 വിമാനങ്ങൾ ഇന്ന് കരിപ്പൂരിലെത്തി. ഫ്ലൈനാസ്, സൗദി എയർലൈൻസ് വിമാനങ്ങളാണ് സർവീസ് നടത്തിയത്. ഫ്ലൈനാസിന്റെ വിമാനം രാവിലെ 7:25 റിയാദിലേക്ക് തിരിച്ചു. ഒമാനിലേക്കുള്ള വിമാന സർവീസുകളെ യുദ്ധം കാര്യമായി ബാധിച്ചിട്ടില്ല. യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്നോ അടച്ച വിമാനത്താവളങ്ങൾ എപ്പോൾ തുറക്കുമെന്നോ കൃത്യമായ ധാരണയില്ലാത്തതിനാൽ തന്നെ ഇന്ന് യാത്ര ചെയ്യേണ്ടവർ മാത്രമല്ല, വരും ദിവസങ്ങളിൽ യാത്ര ചെയ്യാനുള്ളവരും വലിയ ആശങ്കയിൽ തന്നെയാണ്. വിവിധ ബ്യൂറോകൾക്കും ക്യാമറാമാൻ വിഷ്ണു എസ് ആനന്ദിനുമൊപ്പം സൈഫുന്നിസ് ആലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.